ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സീ ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ what will you do? I'll shoot them, including the IPS. Okay. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണി എനിക്ക് കാണണം. I want to see the tears. അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ. എന്റെ ഫാദർ ഉണ്ടോ? ഉള്ളത് പറയാലോ. ഹാംലെസാ, മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? his surname. What's that? ഇരട്ട പേര്. Uncle, meet my friends. Nimmi, Shimmy, Sweetie, Frocky. നൈറ്റ് വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മ? അല്ല, എല്ലാവർക്കും ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. My dearest father-in-law. Yes. നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ ഇതെത്രയാ? ഓണർ. ഇതെത്രയാ അങ്കിൾ? ഓണർ. അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ കിട്ടിയിട്ടുണ്ടോ? ഞാൻ കുപ്പി ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണേ. ആ കാന്താരിയാണ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. Okay, wait and see. Meet my sisters-in-law, Savitri and Sangeeta. Namaste. Hi. Thank you. Hi. Nice coffee. Savitri, how do you make coffee? I take milk, then പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. Okay. I'll ask you another question. Come on. After marriage, some girls will love their husbands. Some others will still love their brothers. What about you, Savitri? Are you going to love your husband or brother after marriage? My brother is. വിക്കാതെങ്ങ് പറഞ്ഞു കൊടുക്കണേ. Come on, Sangeeta. ഏട്ടൻ ഞങ്ങൾക്ക് Try to say in English. Sangeeta, start. Sangeeta, just try. Say something. Come on, please. Come on, Sangeeta. Savitri, please. Just try. Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri. Itu, cheers. See and enjoy. Poor girls. Yay! Done. Thanks, yeah. എന്തിനാ കരയുന്നത്? എന്താ? നത്തിങ് സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ? ഇംഗ്ലീഷ് അറിയുന്ന കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. And they started, hi, my, you. I don't know the stupid words. ഇംഗ്ലീഷ് അറിയില്ല, ഇത് പറഞ്ഞാ പോരെ. കാര്യമാണോ വേണ്ടത്? എല്ലാവരോടും ഞങ്ങൾ കളിയാക്കിയിട്ടാ. പിന്നെ കളിയാക്കാതെ my father is a dog എന്നൊക്കെ പറഞ്ഞാ. Nowadays servants പോലും fluent ആയിട്ട് ഇംഗ്ലീഷ് പറയല്ലോ. Mr. Sanjeev, you must teach them English. Shut up, bloody. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ള നല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ 4 വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമ്മമാർക്ക് നാവറങ്ങിപ്പോയോ? ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വവും ഒക്കെ പഠിക്കണടി. DGPയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയുക, മേലിലെത്തിന് വാടക മദാമ്മമാരെ വിളിച്ചു വരുത്തിയ കുട്ടികൾ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ, ആടിച്ചില്ലതിനെ പല്ല് ഞാൻ കൊഴിക്കും. മക്കൾ വാ. ഒന്നും പറയണ്ട. ഫൈൻ, വെൽ ഡൺ. നീ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. കമ്മീഷണറെക്കാളും DGPയെക്കാളും വലിയ വീടുള്ളവരാണ് ഞങ്ങള്. ഒരു കമ്മീഷണർ വരുന്നടി. പോകാൻ പറ.
ഇപ്പൊ മനസ്സിലായില്ലേ മോന്റെ സംസ്കാരം? ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്. അവര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണം. പെങ്ങന്മാര് മോയി കാണിക്കും മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലെന്നില്ലാതെ മോന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണറല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. രണ്ടെണ്ണം കൂടെ വീശ അല്ലേ? കുപ്പിയുടെ കുപ്പിയെവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടേത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളണം. ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളുമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും മർമ്മ ഇനിയും പൂസാന്നൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. ഞാൻ മാത്രല്ല, അങ്കിളും അവർക്കിപ്പോ ശത്രുവാ. അധികപ്പറ്റ്. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പ കുടിക്കൊന്ന് വെച്ച് ഫാദറല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? എടീ സാവിത്രി, സംഗീതേ, കുപ്പിയുടെ തെരഞ്ഞെടുപ്പ് നിശ്ചതി പറഞ്ഞു പോയി ഒരു പറയടി, നിന്നോടാണ് ചോദിച്ചത് എവിടെ അടി വെച്ചത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. സത്യം പറഞ്ഞു. രണ്ടിനെയും ഇവിടെ എന്റെ പെൻഷൻ കാശോട് അടിയാൽ കുടിക്കുന്നത് തികയാത്തിന് മരുമകൾ തരും. ഞാനിവിടെ പറ്റാനോടി എവിടെ കുപ്പി വെച്ചത്? നിനക്ക് അറിയില്ല അല്ലേ? പാവങ്ങളെ തല്ലി കൊല്ലണ്ട. കുപ്പിയെടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവളുമാരെ എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരെ കുപ്പിയെടുത്തെറിയുന്നു നീ കണ്ടോ? കണ്ടു. കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല സഞ്ജു എടുത്ത് എറിയുന്നതും ഞാൻ കണ്ടു. അവളുമാർക്ക് രണ്ട് തല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരിയാൽ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ. മലയാള സ്കൂളിലെ പഠിപ്പേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലി. എന്റെ മമ്മി ഞാൻ എന്നെ തല്ലിട്ടില്ല. ആ, അതാണ് കുഴപ്പം. അന്ന് അവർ തല്ലിയിരുന്നെങ്കിലേ ഇന്ന് എനിക്കിത് വേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ഞാൻ DGP രാജേന്ദ്രന്റെ മകളാ. അരിസ്റ്റോക്രാറ്റ്, അണ്ടർസ്റ്റാൻഡ്? തന്റെ തല്ലുകൊള്ളാൻ ഒരു താര ടിക്കറ്റുകാരിയെ നോക്ക്. സെൽഫിഷ്നെസ്. ഭാര്യ പിണങ്ങി പോയെന്നറിഞ്ഞ കമ്മീഷണർക്ക് നാണക്കേടായിരിക്കും. അനുഭവിച്ചോ? ഇനി ഞാനിവിടെ നിൽക്കില്ല. അല്ല, ഞാനിവിടുന്ന് പോകുന്ന ഈ കുടുംബത്തിന് നല്ലത്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഈ രണ്ടെണ്ണത്തിനെയും ജീവനോടെ കുഴിച്ചു മൂടി ഞാൻ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മക്കളെ തല്ലിയതുകൊണ്ടാണോ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ആദ്യമായിട്ടല്ലേ? ക്ഷമിച്ചുകളാ പാർവതി അമ്മേ. മക്കളെ പേടിക്കണ്ട. അച്ഛൻ തല്ലാൻ വന്നതല്ല. ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി. അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു. അച്ഛന് ദൈവം പോലും മാപ്പിട്ടില്ല മക്കളെ.
മഹാപാപയാണ് ഞാൻ. എന്റെ മക്കളെ തല്ലിയ ഈ കൈ എനിക്ക് വേണ്ട. അയ്യോ, അച്ഛാ, അച്ഛാ, അച്ഛാ. വേണ്ട, അച്ഛാ. എന്താ അച്ഛത്? മനുഷ്യനൊരു സൗകര്യം തരില്ല. അതെ, അച്ഛനെ വീടിന്റെ സമാധാനം നശിപ്പിച്ചു. ഞാൻ കാറിലാണ് നിന്റെ ഗീതും പോയത്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവളെ പോകും. നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങിച്ചേരാൻ അവൾക്ക് കഴിയില്ല. പോട്ടെ, എന്തിനാ അങ്ങനെ ഒരു പെണ്ണ് സ്വൈര്യം കെടുത്താൻ?